അതെ, വയനാട് മൈസൂരൊന്നും പോവാതെ നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള മമ്പാട് പുള്ളിപ്പാടം കറുകമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റിസോർട്ട് ഉണ്ട്. എന്നാൽ കണ്ടാലോ? ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളിന്ന് എവിടെ വന്നിട്ടുള്ളത്? മമ്പാട് പുള്ളിപ്പാടം റിസോർട്ട് കാണട്ടോ. അപ്പൊ ഇവിടെ 37 യൂട്യൂബേഴ്സ് അടങ്ങുന്ന അടിപൊളി ഒരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? എല്ലാവരും വന്നോളി. മമ്പാട് പുള്ളിപ്പാടം കറുകമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ബസ്സിലായിരുന്നു. ഞാനും എൻ്റെ 2 മക്കളും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മമ്പാട് എത്തിയപ്പോഴത്തേക്കും ഏകദേശം 2 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ ബസ് പിന്നെ കുറച്ച് വൈകിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ബേക്കറിയിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ വാങ്ങി കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് വാഹിദ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ ബിസ്മി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നില്ല, തൊപ്പിയൊക്കെ ഒന്ന് കുറച്ച് പൊന്തിച്ചേക്കെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ നമ്മളെ ബാനും കൂടി വന്നിരുന്നു. അങ്ങനെ ബാനും ഞാനും അവളെ മക്കളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പിന്നെ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ബാക്കിലാവട്ടെ 2 മക്കളും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിൽ നമ്മളെ വാഹിദയും കൂടെ നമ്മളെ കൂടെ വരുന്നുണ്ടായിരുന്നു, വഴി അറിയാത്ത കാരണം. അപ്പോൾ എന്തായാലും ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ നല്ല വൃത്തിയുള്ള ഒരു പ്ലേസാണ് കേട്ടോ. ഒന്നാമത് നമ്മൾ അങ്ങനെ വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് അല്ല നമ്മൾ നോക്കുക. വൃത്തിയാവട്ടെ അത് നല്ലോണം ഉണ്ട്. അതുപോലെ തന്നെ 2 ഭാഗത്തും പഴങ്ങളും പച്ചക്കറികളും, എന്താ പറയുക, സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് അടിപൊളിയാണ്. നമ്മൾക്ക് എന്താ പറയുക, റൂമും കാര്യങ്ങളാവട്ടെ അതിഗംഭീരം. വീഡിയോ എടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ, ആടേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ, കളിക്കേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ, പാടേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാ വിധത്തിലും നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സെറ്റപ്പുള്ള ഒരു റിസോർട്ടാണ് നമ്മുടെ ഈ ഒരു റിസോർട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഫോൺ നമ്പറൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വിളിക്കാം. അതുപോലെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയാണോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാൻ പറ്റും. നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ആ ഒരു വൃത്തിയും അതുപോലെ ആ ഒരു കാണുമ്പോൾ ഉള്ള ഒരു പച്ചപ്പും ഇതൊന്നും നമ്മളൊരു ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുള്ളതല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്താവട്ടെ ചാലിയാർ പുഴയും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു കാറ്റും അതുപോലെ ഞങ്ങളൊക്കെ പോയപ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ പുറത്തുനിന്നൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ചെന്നൊരു ചെറിയൊരു ചാറ്റിൽ മഴയും അതുപോലെ എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇവർ എല്ലാ സെക്ഷനും നമുക്ക് തന്നിരുന്നു. പിന്നെ ആടാനാവട്ടെ പാടാനാവട്ടെ വലിയ ആളുകൾക്ക് കളിക്കാനാവട്ടെ എല്ലാ തരത്തിലുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെയും മക്കളെയും അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്നും എന്തായാലും ഒരു ബോറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും നമ്മൾ പോകുമ്പോൾ എന്തായാലും കുട്ടികളെയും കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല മുതലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഊഞ്ഞാല കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റേ ഐറ്റംസുകളൊക്കെ അപ്പുറത്തുണ്ട്. കുട്ടികൾക്ക് അതൊന്നല്ലാതെ ഇത് തന്നെ ധാരാളം കളിക്കാനുണ്ട് എന്നുള്ള കളി കുട്ടികൾ ഇന്നൊന്നും നീക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് രാത്രിയിലാണ്. പകലില്ല എന്നല്ല, പകൽ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് രാത്രിയിലാണ്. നമ്മളെ ഫോൺ ഒരു ലോക്കൽ ഫോണാണെങ്കിലും ഇതിൽ കാണുന്ന അത്രക്ക് അല്ല, പക്ഷേ നല്ല ഐഫോണിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനും ഷെറീനും ഒരു റെഡ് കളർ ഡ്രസ്സല്ലേ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 പേരും പാടെ ഒന്ന് സംസാരിച്ചതാണ്. അങ്ങനെ പിന്നെ കേലും അവളെ കുട്ടീനെ, കേൽ മീൻസ് ഓള് റജീന കേട്ടോ, റജീന അവളെ കുട്ടീനെ ഇങ്ങനെ എന്താ പറയുക ആ ഒരു തൊട്ടിലിട്ട് ആട്ടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ രാത്രിയുള്ളൊരു വൈബ് നല്ല അടിപൊളി കേട്ടോ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ എവിടെ നിന്ന് എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാനും വാഹിദയും കുറേ നേരം ഇങ്ങനെ തപ്പി അന്വേഷിച്ചും കൊണ്ടേ നടന്നു. അവസാനം പിന്നെ അതിലിങ്ങനെ റംന പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ റംനൻ്റെ ബാഗ് കൂടി ഇങ്ങനെ പോയി അങ്ങനെ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം എടുത്തിട്ടോ. എങ്ങനെ എടുക്കണം എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കിച്ചൺ ഭാഗം വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ഒരു സൈഡിലേക്ക് കിച്ചണും ഒരു സൈഡിലേക്ക് ആണുങ്ങൾക്ക് നിൽക്കാനുള്ള റൂമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൽ നല്ല അടിപൊളി അൽഫാമും മന്തിയുമാണ് നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആഷിക്കും അതേപോലെ നമ്മളെ കുട്ടിക്കുറുമ്പൻസ് അതായത് മുബഷിറ ഇവർ 2 പേരും അവിടെ നല്ല പണിയിലാണ്. അപ്പോൾ അവിടെ ഹലുവയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. നല്ല രസമല്ലേ, എല്ലാവരും പാടെ അങ്ങനെ
ഇങ്ങനെ കൂടുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളെ റംന വന്നിട്ടായിരുന്നൊരു കഷ്ണം അപ്പോൾ ഞാൻ വായിലിട്ടിട്ട് ഞാൻ വായിന്നെടുത്തുകൊണ്ട് ലേസം അങ്ങോട്ട് കൊടുക്കാൻ നോക്കി. അതിൽ പിന്നെ നമ്മളൊരു ജോക്കായിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടോ. അപ്പോൾ ഒരു അൽഫാം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പുകയാണ് വന്നുകൊണ്ടിരിക്കണത്. പിന്നെ വാഹിദക്ക് നല്ല ഊഞ്ഞാലാട്ടാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ ഞാനും വാഹിദയും അതുപോലെ നിബ്രാസ് ഞങ്ങളൊക്കെ അങ്ങനെ പാട്ട് പാടിയിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഫുഡ് ഇങ്ങനെയൊക്കെയാണ് കഴിക്കണത് എന്നുള്ളൊരു സീൻ ഇപ്പോൾ കാണിച്ചു തരികയാണ്. ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബദൽ ഓല് കഴിക്കണത് അതാണ്. അപ്പോൾ മക്കളൊക്കെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ചാടിട്ടോ. അതായത് ഏകദേശം ഒരു 6 മണിയോട് കൂടിയിട്ട് മക്കൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നത് ഇപ്പോൾ 8 മണിയൊക്കെ ആയിട്ടുണ്ടോ. വിശന്നിട്ട് വന്നിക്കാണ്. അപ്പോൾ ഒരു കിച്ചണിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ ഹാജറ സൂപ്പർ റിസ വ്ളോഗാണ് അവരുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ അവർ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇത്തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. 1ഉം 2ഉം മാത്രമൊന്നല്ല, ഒരുപാട് ഐറ്റംസും കൂടി ഉണ്ട്. പുട്ടുണ്ട്, അതുപോലെ പുട്ട്, കടലക്കറി, പാലപ്പം, ദോശ എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് നമ്മളെ എന്താ പറയുക, വയനാടും ഊട്ടി മൈസൂരൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ നാട്ടിൽ തന്നെ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും സംഭവം കിടുവായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾക്ക് ഈ ഒരു പരിപാടി മാത്രമൊന്നുമല്ല, വേറെ ഇവിടെ കുറേ പരിപാടികൾ കുട്ടികൾക്ക് കളിക്കാനുള്ളത് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, കുട്ടികളും വലിയവരും അങ്ങനെ പ്രായപരിധിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു അവിടെ എല്ലാ തരത്തിലുള്ള കളികളൊക്കെ. അപ്പോൾ നമുക്ക് പാട്ടിടാൻ വയ്ക്കുന്നതും നമ്മളെന്ത് ചെയ്തു, പാട്ട് പാടി കാച്ചി. അങ്ങനെ നിബ്രാസിനൊക്കെ മൈക്ക് കിട്ടിയിട്ട് ഫുൾ ഹാങ്കറിങ് ഫുള്ള് നിബ്രാസ് തന്നെയായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഒരാൾ ഇത് കോർഡിനേഷൻ ചെയ്യാൻ ഒരാൾ വേണമല്ലോ. ആ ഒരു കാര്യത്തിലാണെങ്കിൽ നിബ്രാസ് കലക്കി. നിങ്ങൾക്ക് മദ്യമറിഞ്ഞ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വന്നാൽ മതി കേട്ടോ. ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾക്ക് സ്വർണ്ണാഞ്ജലിയുടെ ഭാഗമായിട്ട് അവർ ഒരു സ്പോൺസറായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഒരു അടിപൊളി മൊമെൻറ്റോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിലെ ഷെറീൻ ആൻഡ് ഹസ്ബൻഡ് ഹക്കീംക്കാണ് നമുക്ക് ഈ ഒരു മൊമെൻറ്റോ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റജീന, അതായത് KLൻ്റെ മൊമെൻറ്റോ ആഷിഖാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പാണ്. പിന്നെ ഒരുപാടൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ടൈമൊക്കെ വൈകുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പിന്നെ പോകുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം വെള്ളിയൊക്കെ ആയതുകൊണ്ട് ജുമാൻ്റെ ഒക്കെ മുന്നേ നമ്മൾ വീട്ടിലെത്താം എന്നുള്ളതൊക്കെ വിചാരിച്ച് പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരികയാണ്. 2-3 ആൾക്കാർ മൊമെൻറ്റും കൂടി കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആളുകളെ ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾക്ക് അടിപൊളിയായിട്ട് ഒരു റിസോർട്ട് ലൈഫ് ആസ്വദിക്കണമെങ്കിൽ നമ്മളെ വയനാടോ ഊട്ടിയോ മൈസൂരോ ഒന്നും പോവേണ്ട, നമ്മളെ സ്വന്തം നാട്ടിൽ നമ്മളെ കൺമുന്നിൽ എല്ലാം ഒരു കുടക്കീൽ എന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കൂട്ടത്തിലോ കുടുംബത്തിലോ ചങ്കുകളുടെ ഇടയിലോ ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അവരിലേക്ക് നിങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.